ഇടുക്കി കട്ടപ്പനയിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്നും 16 ലക്ഷം രൂപ കവർന്നു. കട്ടപ്പന പുളിയൻമല റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്ത് നെല്ലിക്കൽ ജോസഫ് തോമസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ മാസം 14 രാത്രി 8:30യോടെയാണ് വീട്ടുകാർ പള്ളിപ്പെരുന്നാളിന് പോയ സമയത്ത് മോഷ്ടാവ് അകത്തു കയറിയത്. വ്യാപാര സ്ഥാപനത്തിന് മുകളിലെ നിലയിലാണ് കുടുംബം താമസിച്ചിരുന്നത്. സ്ഥാപനത്തിന്റെ ഷട്ടർ ഉയർത്തി മുകളിലെ നിലയിലെത്തിയ മോഷ്ടാവ് ചെടിച്ചട്ടിയിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് കതക് തുറന്ന് അകത്തു കടക്കുകയായിരുന്നു. വേറെയും പണമുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയുടെ കെട്ട് മാത്രമാണ് മോഷ്ടാവ് അപഹരിച്ചത്. വീട്ടുകാർ തിരികെ വന്നപ്പോൾ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചതായി തോന്നാത്തതിനാൽ സംശയിച്ചില്ല. 2 ദിവസം കഴിഞ്ഞ് 16-നാണ് പണം നഷ്ടപ്പെട്ടെന്ന വിവരം അറിയുന്നത്. തുടർന്ന് CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പണം മോഷ്ടിച്ചത് പള്ളിപ്പെരുന്നാളിന് പോയ സമയത്തെന്ന് മനസ്സിലാകുന്നത്. മുഖം മറച്ചാണ് മോഷ്ടാവ് എത്തിയത്. വിരലടയാളം പതിയാതിരിക്കാൻ കയ്യുറയും ധരിച്ചിരുന്നു. ശരീരഭാഷ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള വസ്ത്രങ്ങളും ധരിച്ചിരുന്നു. വീടും അടുത്തുള്ള സ്ഥാപനവും കൃത്യമായി അറിയുന്ന ആളുകൾ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സൂചന. ഇതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.